ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ബിസിനസ്, കൃഷി, വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി കേന്ദ്ര സർക്കാർ നിരവധി വായ്പാ പദ്ധതികൾ നൽകുന്നുണ്ട്. ഈ പദ്ധതികൾ വഴി ജനങ്ങൾക്ക് കുറഞ്ഞ പലിശയ്ക്കോ അല്ലെങ്കിൽ പലിശ തീരെ ഇല്ലാതെയോ ലോൺ ലഭിക്കും. അത്തരം ചില പ്രധാനപ്പെട്ട പദ്ധതികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സ്വന്തമായി ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ കൃഷി ഇറക്കാനോ പണം വേണം. ഇതിനെല്ലാം ബാങ്കുകൾ ലോൺ തരുമെങ്കിലും പലിശയോർത്ത് പലരും പിന്നോട്ട് പോകും. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ചില പദ്ധതികൾ വഴി കുറഞ്ഞ പലിശയിലോ അല്ലെങ്കിൽ പലിശയില്ലാതെയോ വായ്പ നേടാം. സമൂഹത്തിലെ പലതരം ആളുകളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഈ പദ്ധതികൾ സഹായിക്കും. അതിനാലാണ് സർക്കാർ ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. നഗരങ്ങളിലെ വഴിയോര കച്ചവടക്കാരെ സഹായിക്കാനാണ് PM സ്വനിധി പദ്ധതി. ഈ പദ്ധതി പ്രകാരം ആദ്യം 10,000 രൂപ ലോൺ ലഭിക്കും. ഇത് കൃത്യസമയത്ത് തിരിച്ചടച്ചാൽ അടുത്ത ഘട്ടത്തിൽ 20,000 അല്ലെങ്കിൽ 50,000 രൂപ വരെ വായ്പ എടുക്കാം. ഈ ലോണിന് 7% വരെ പലിശ സബ്സിഡി ലഭിക്കും. ഇങ്ങനെ കുറഞ്ഞ പലിശയ്ക്ക് വായ്പ നൽകി സർക്കാർ ചെറുകിട കച്ചവടക്കാർക്ക് പിന്തുണ നൽകുന്നു. അതുപോലെ പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവരെയും കരകൗശല വിദഗ്ധരെയും സഹായിക്കാനുള്ള പദ്ധതിയാണ് PM വിശ്വകർമ്മ യോജന. മരപ്പണിക്കാർ, അതുപോലെ സ്വർണ്ണപ്പണിക്കാർ തുടങ്ങി 18 തരം തൊഴിലുകളിൽ ഏർപ്പെട്ടവർക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ബിസിനസ് ആവശ്യങ്ങൾക്കായി ഇവർക്ക് ലോൺ എടുക്കാം. വിപണിയിൽ പലിശ എത്രയായാലും ഗുണഭോക്താക്കൾ 5% മാത്രം നൽകിയാൽ മതി. ബാക്കി തുക സർക്കാർ സബ്സിഡിയായി നൽകും. ഇതിന് ഈടൊന്നും വേണ്ട. പരിശീലനത്തിനും ഉപകരണങ്ങൾ വാങ്ങാനും സർക്കാർ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. കർഷകർക്ക് ഏറെ പ്രധാനപ്പെട്ട മറ്റൊരു പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി. സാധാരണയായി ഇതിന് 9% പലിശ ഈടാക്കുന്നത്. എന്നാൽ സർക്കാർ സബ്സിഡി കാരണം ഇത് 7% കുറയും. വായ്പ കൃത്യസമയത്ത് തിരിച്ചടച്ചാൽ പലിശയിൽ 3% കൂടി ഇളവ് ലഭിക്കും. സംസ്ഥാന സർക്കാരുകളുടെ പ്രോത്സാഹനവും കൂടിയാകുമ്പോൾ ഇത് പലിശരഹിത വായ്പയ്ക്ക് തുല്യമാകുകയും ചെയ്യും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വായ്പയിൽ കേന്ദ്ര സർക്കാർ പലിശ ഇളവ് നൽകുന്നുണ്ട്. പഠന കാലയളവിലെ വായ്പ പലിശ സർക്കാർ വഹിക്കും. ഇതിനായി ജൻസമൃദ്ധ് പോർട്ടൽ വഴി അപേക്ഷിക്കാവുന്നതാണ്. ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, കോഴ്സ് സർട്ടിഫിക്കറ്റ് പോലെയുള്ള രേഖകൾ ആവശ്യമാണ്. വായ്പാ തിരിച്ചടവ് മുടങ്ങിയാൽ സബ്സിഡി റദ്ദാക്കുമെന്ന കാര്യം ഓർമ്മയിലിരിക്കട്ടെ. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.